ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പൽ ചന്ദ്രൻ മാഷിന്റെ നാടൻ പശുക്കളുടെ ബൃഹത്തായ ശേഖരത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. അതിന്റെ തുടർ ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇത് ഇന്ത്യയിലെ ഇത് ഹരിയാനയാണ് ഇതിന്റെ സ്ഥലം, സംസ്ഥാനം. എന്തേനോ മുറ എന്ന് ഹരിയാനയിൽ നിന്ന് മുറയാണ്. ഹരിയാനയിൽ നാടനോ എരുമയാണ്. ഇന്ത്യൻ നാടൻ എരുമ, ലോകത്തിലെ ഏറ്റവും നല്ല എരുമയാണ് എന്തായാലും. ഇന്ത്യയിൽ തന്നെ കുറെ തരം എരുമകളുണ്ട്. ഇപ്പോ ജാഫ്രാബാദ് ഗുജറാത്തിലുള്ള പാലുൽപാദനം അതിന് കുറച്ച് കൂടുതലാണ്. എന്നാൽ തന്നെ മെയിൻ്റനൻസ് പ്രശ്നമാണ്. പിന്നെ സൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുറ ഏറ്റവും നല്ല മുറയാണ്. മെയിൻ്റനൻസും പാലിന്റെ കാര്യത്തിൽ മുറയാണ്. അസുഖങ്ങളൊന്നുമില്ല. പിന്നെ അധികം വെയില് താങ്ങില്ല എന്ന് മാത്രമുള്ള പ്രശ്നമാണ്. വെള്ളം വേണം, വെള്ളത്തിൽ കിടക്കണം ഒരു ആഗ്രഹിക്കുന്നു. പിന്നെ മഴയത്ത് കെട്ടിടാം, അത് ഇഷ്ടപ്പെടുന്നതാണ്. ഇതിന് ഇതിന് ഒരു 15 ലിറ്റർ 20 ലിറ്റർ പാല്. പാലുള്ളതിനോ 20 ലിറ്റർ അപ്പുറം ഒരു പാല് കിട്ടുന്ന എരുമ ഇല്ലല്ലോ. അതിലൊന്നാണ് ഒരു കുടുംബത്തിന് കഴിയാനുള്ള വരുമാനം. ഒരു മുറ, അത് ഒരു മുറനെ എങ്ങനെ കറവക്കാലം ഒരുപാട് 2 കൊല്ലം 2.5 കൊല്ലം കറക്കാൻ പറ്റും. അതാണ് അപ്പൊ ഒരു കുടുംബത്തിന്റെ സമ്പത്തായിരിക്കും വരുമാനത്തിന്റെ. പിന്നെ നല്ല മാസീവ് ബോഡി അല്ലേ ഇത്. കുറെ കൂടി വലുതാവും. ഇത് കടിഞ്ഞിൽ പ്രസവമല്ലേ? കടിഞ്ഞിൽ പ്രസവമായിരുന്നു. ജനയാണ്. ഇതിന്റെ ജന്മദേശം എവിടെയാണെന്ന്? ഹരിയാന. ഈ ഹരിയാനക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാലി സമ്പത്ത് അധികമുള്ള സംസ്ഥാനമാണ്. പിന്നെ അവിടുത്തെ കർഷകർ കാലികളോട് വളരെ അഭേദ്യമായ ബന്ധമുള്ളവരാണ്. കൃഷിസ്ഥലമൊക്കെ കൃഷിക്കാരാണ് അധികം. പിന്നെ ഈ കാലികൾ ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി നടത്തുന്നത്. അതിനകത്ത് ഒന്നാണ് എരുമ. ഈ എരുമ ഇതും വണ്ടി വലിക്കും. ഇതല്ല ഇതുവിറ്റകളൊക്കെ നമുക്ക് സംരക്ഷിക്കാനല്ല പ്രശ്നം, സമ്പാദിക്കാനാണ് പ്രശ്നം. കാരണം ഹരിയാനയിൽ നിന്നൊരു മുറ ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ എത്തുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പിന്നെ അധ്വാനവും ഒക്കെ ഒരുപാട് വരും. 37,000 രൂപ ട്രക്ക് വാടക കൊടുത്തു. 37,000 രൂപ ലോറി വാടക മാറ്റം കൊടുത്തു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് അതിന് അസുഖങ്ങൾ വരാനും വന്നില്ല. അപ്പൊ ഞാൻ ഇടത്തേക്ക് നിർത്തി അതിന് വേണ്ടത്തെ പരിചരണം കൊടുത്തിട്ടാണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഒറ്റ സ്ട്രെച്ചിനൊന്നും ഓടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇവക്ക് തീറ്റയൊക്കെ പുല്ലും ഞാനൊക്കെ ഇവിടെ വന്ന നാടനാക്കും. എല്ലാത്തിനും നാടനാക്കും. ഇത് കാങ്കർ റൈസ്.
കാങ്കറേജ്. എവിടെയുള്ള പശു? ഗുജറാത്തിലുണ്ട്, ഹരിയാനയിലുണ്ട് ഈ പശുവുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള ജൈജാന്റിക് ഫിഗറാണ്, മെജസ്റ്റിക് ലുക്ക്. ഇത് പാലുൽപാദനത്തിന് വേണ്ടിയും ട്രാൻസ്പോർട്ടേഷനും വേണ്ടി ഉപയോഗിക്കുന്നത്. പാലുൽപാദനം 10-ൽ കൂടുതൽ ലിറ്റർ കിട്ടും. അപ്പൊ മൾട്ടി പർപ്പസ് നിലയ്ക്ക് നല്ല നല്ല ആരോഗ്യമല്ലേ ഇത്. പശുവാണ്, ഇതിന്റെ കാലാവുമ്പോ എത്രയെന്ന് നോക്കിയാൽ കാള പോലെ ഇരിക്കും. അതിന്റെ കൊമ്പ് നോക്കുക, ഇത്ര അടുക്കാൻ പേടിയാണ്, പക്ഷെ അതൊന്നും ചെയ്യില്ല, സാധുവായിട്ട് ഉപദ്രവിക്കത്തില്ല. പക്ഷെ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് പറയുക, അടുക്കുമ്പോ ഈ കൊമ്പ് തിരിയുമ്പോ നമ്മുടെ നോക്കിക്കണ്ട സ്നേഹമുള്ളതാ. ഇത് മാഷിന്റെ മോനല്ലേ? മോനാണ്. എന്റെ പേരെന്താ? മനോജ്. മാഷിന് എത്ര മക്കളാണ്? മോനോ? മോന് ഇതിനൊക്കെ താല്പര്യമുള്ള ഇപ്പൊ എനിക്ക് ആശ്വാസം എന്റെ കാലം കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ താല്പര്യമാണ്. അല്ലാതെ പശു പുള്ളിയായിട്ട് ഇടപെടൽ കണ്ടാൽ തന്നെ അറിയാം നല്ലോണം. ഇത് ഗീർ പശു അല്ലേ? ഗീർ പശു ഗുജറാത്തിലെ സിംഹങ്ങളൊക്കെ ഉള്ള കാടല്ലേ ഗീർ? ഗീർ വനത്തിലുള്ള അവിടുത്തെ പ്രശസ്തമായ ഒരു പശുവാണ്. അത് ശരി. ഇതിന്റെ ചെവി ഒക്കെ വളരെ പ്രത്യേകത. ചെവിനൊക്കെ ഇരോട്ട് കിടക്കണ ഒരു ഇനമാണ്. ഇവിടെ ഉരുണ്ട് ഇങ്ങനെ അങ്ങനെ ആനര മസ്തിഷ്കം കൊമ്പൊക്കെ ആണെങ്കിലും നല്ല സ്റ്റൗട്ട്. ഇവക്ക് എന്ത് പ്രായമുണ്ട് ഇപ്പോഴും? ഒരിക്കലും 2.5 വയസ്സായിട്ടുണ്ട്. അത്രയാണ്. നല്ല പൂഞ്ഞയൊക്കെ ഉണ്ട്. പൂഞ്ഞയൊക്കെ ഉണ്ട്. പെട്ടെന്ന് കാണാനുള്ള ലുക്കാണ്. നല്ല ലക്ഷണത്തെ ഒരു ഗീറാണ്. ഇതിനൊക്കെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. നല്ലൊരു നമ്മളെ സംരക്ഷിക്കാൻ ഒരു പക്ഷെ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചാണ്. ഇതുവരെ എത്ര ചൂട് വന്നാലും ഒരു കിതപ്പോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിപ്പോ മഴ കൊണ്ടാലും അവർക്കൊരു കുഴപ്പമില്ല. നല്ല ഇണക്കമുള്ള പശു, നല്ല ഇണക്കമായിട്ട് വലിയ ശല്യം ഒന്നും ഉണ്ടാകുന്നില്ല. എവിടെയാ പഠിച്ചിരുന്നത്? അവിടെ അടുത്തുള്ള ആസ്മാബി കോളേജിലായിരുന്നു. ആസ്മാബി കോളേജ് ഡിഗ്രി കഴിഞ്ഞ്. പഞ്ചാബാണ് അതിന്റെ ജന്മദേശം. ഇതെങ്ങനെ ഗീർ പശുവിന്റെ അത്രയാവോ? ഗീർ പശുവിന്റെ വലുപ്പത്തിലേ ആവില്ലെങ്കിലും പാലുൽപാദനത്തിന് അതേമാതിരി ഗീർ പശു പോലെ നല്ലതാണ്. ഇത് വിദേശികൾ വളരെ ആഗ്രഹിക്കുന്നതാണ് ഒരു പശുവാണ്. നാട് തനി നാട് ഒക്കെ കടത്തി കഴിഞ്ഞില്ല. ഒരുപാട് നമ്മുടെ രത്നങ്ങൾ ചോദിച്ച മാതിരി നമ്മുടെ താജ്മഹാളിലുണ്ടായിരുന്നു എല്ലാ രത്നവും ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി നല്ലത് അവർ തിരിച്ചറിഞ്ഞ് നമ്മളെ വീട്ടുകളാക്കിയിട്ട് അത് കൊണ്ടുപോയി. ജമുനാപാരി, ബീറ്റില്, സിരോഹിയൊക്കെ നല്ല ആടാണ്. അതിനൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വേറെ എന്തെങ്കിലും ക്രോസ് ചെയ്ത് പാറ്റേൺ അങ്ങനെ നമുക്ക് വളർത്താവുന്ന നല്ല എണ്ണമാണ്. നല്ല എണ്ണ വളർത്താവുന്ന പശുക്കളിൽ നല്ല എണ്ണങ്ങളാണ്. പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാത്തിനും പിന്നിൽ ഒരു വലിയ അധ്വാനത്തിന്റെ കഥയുണ്ടാവും. ഓരോ പശുവിനെ ഞാൻ സംഘടിപ്പിച്ച് കാലം ചെന്ന് എത്രയോ നാള് പിന്നാലെ നടന്നിട്ടൊക്കെയാണ് കിട്ടുന്നത്. ARMC ഭൂമിഗീതം.
ഒരു സംരക്ഷണശാല ഗോശാല തിരുപ്പതി ക്ഷേത്രത്തിന് അനുബന്ധമായിട്ട് അവർ നടത്തുന്നു. ദൈവികമായിട്ട് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്, വിശ്വസിക്കുന്നത്. പിന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വില കൂടുതലുള്ള പശുവാണ് ഇത്. 3 തൊട്ട് 5 ലക്ഷം രൂപ വരെ ഇതിന്റെ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ ഒരു പശുവിന്, ഈ ചെറിയൊരു പശുവിന്, ഒരു 100 കിലോ വരെ എത്താത്ത പശുവിന് പാലിന് വളരെ ഔഷധ ഗുണമുണ്ട്. പിന്നെ ഇത് ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും മന്ത്രിമാരും ഫിലിം സ്റ്റാർസും മുഴുവനും അവരെ സ്റ്റാറ്റസ് വർധനയ്ക്ക് വേണ്ടി കണ്ട് പൊങ്ങാലുകളെ സംരക്ഷിക്കുന്നവരാണ്, വളർത്തുന്നുണ്ട്. സ്റ്റാറ്റസ് സിമ്പിളാണ് പൊങ്ങാലൂർ. തുല്യമാണ് ആ കാര്യം. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇത്രയും പൈസ കൊടുത്ത് കിട്ടി വാങ്ങിച്ചതല്ല, പകരം കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചത്. അവള് ഇവിടെ വന്നതിന് വേറൊരു മഹാഭാഗ്യം. വരുമ്പം ഗർഭിണിയായിരുന്നു, ഇവിടെ വന്ന് പെറ്റു ഒരു പെൺകുട്ടി. തിരുപ്പതി എന്ന് വെച്ചാൽ പൊങ്ങാലൂരിന്നാണ് പറയുന്നത്. ആ 200 പശുക്കളെ സംരക്ഷിക്കുന്ന അത് ഇത് ഈ പൂജയ്ക്ക് മാത്രം അതിന്റെ പാലെടുക്കും. പൂജയ്ക്ക് വേണ്ടി മാത്രമേ. കണ്ണിനൊക്കെ ഒരു നിറ വ്യത്യാസമുണ്ട്. നല്ല ഇണക്കമുള്ള പശു. നല്ല പശുവാണ്. ഇത് ശരിക്കും പറയുന്ന കാസർഗോഡനാണ്. ഈ കാസർഗോഡ് ഇനത്തിൽ നിന്ന് വേറൊരു ഉപജാതി എന്ന് പറഞ്ഞാൽ കൃഷ്ണമൃഗം എന്ന് പറയും. എന്ന് വെച്ചാൽ കറുത്ത രോമമല്ലാത്ത ഒരു രോമം ഈ പശുവിന്റെ ശരീരത്തിലില്ല. പിന്നെ അകിട് മുതൽ കറപ്പാണ്, മുലക്കാമ്പ് കറപ്പാണ്. അപ്പൊ ഈ ഒരു ഔഷധ വീര്യമുള്ള പാലാണെന്നാണ് പറഞ്ഞത് കൃഷ്ണമൃഗത്തിന്. ഇത് കൃഷ്ണമൃഗം കാസർഗോഡനാണ്. കൃഷ്ണമൃഗം എന്നാണ് അറിയപ്പെടുന്നത്. കാസർഗോഡിന് തന്നെയാണ് കോമ്പാക്ട് ആയ ചെറിയ പശുവാണ്. അതേമാതിരി കാസർഗോഡ് നല്ല പശുവല്ലേ. കൃഷ്ണവാലി, ആന്ധ്രാപ്രദേശിലെ കൃഷ്ണാനദി ആ ബെൽറ്റിലുള്ള പശുവാണ് കൃഷ്ണവാലി. ഇത് നമ്മളെ നോട് കൃഷ്ണ പശുവാണെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പശുവിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. കാരണം തനി വെള്ള ഒരു പാണ്ടോ ഒരു കുറിയോ ഒന്നുമില്ല. കണ്ണ് സ്ത്രീകള് കണ്ണെഴുതിയ കണ്ണല്ലേ. അതിപ്പോ കുളിപ്പിക്കാതെ നല്ല പശുവാണ്, നല്ല ഇണക്കമാണ്. നല്ല ഇണക്കമാണ്, സ്നേഹമാണ്. ഒരു 15 മാസം കഴിഞ്ഞ കുട്ടിയാ. ശരി. ഇത് കിട്ടാനില്ല. ഇതില് കൃഷ്ണവാലിയില് മിക്കവാറും അമേരിക്കൻസും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ഒരുപാട് കൃഷ്ണവാലിയുണ്ട്. അല്ലല്ല, അതിന് 4-5 ലിറ്റർ കൂടുതൽ പാല് കിട്ടും. 5-നും 10-നും ഇടയിൽ പാല് കിട്ടും. ചെറിയ പശു ആണെങ്കിലും ഇത് ചെറുതല്ല, വലുതാണ്. ഇതും ഇത് കിടാവാണ്. ഇത് മൂരിയാണ്. ഇത് പ്രത്യേക വർഗ്ഗമാണ്. ഇത് കേരളത്തിന്റെ ബ്രീഡാണ്. പൂത്തങ്കാട്ട്, എറണാകുളം ജില്ലയിൽ പൂത്തങ്കാട്ടിന് ഇടമല ഡാമിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് കുറെ ആദിവാസികൾ താമസിക്കുന്നു. കുറിച്ച് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവര് ഈ പശുവിനെ വളർത്തൽ ഒരു പ്രധാന തൊഴിലാണ്. അവര് വളർത്തുന്ന നല്ല കേരളത്തിന്റെ ഒരു കുറിയ ഇനം പശുവാണ്. അവിടെ ഇനിയും കിട്ടാൻ അവരെ കൊടുക്കില്ല അവരാ. കാരണം മറ്റുള്ളവർ ഇതിനെ
ഇങ്ങനെ കൊന്നു തിന്നുന്ന കാരണം അവർക്ക് ദൈവഭക്തിയും പിന്നെ ഗോഭക്തിയും ഒക്കെ ധാരാളമാണുള്ളത്. അപ്പൊ അവരോട് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ 2-3 ദിവസം